എൻ്റെ പേര് റൊണാൾഡ് തോമസ്, എൻ്റെ വൈഫ് തെരേസ് മേരി, ഞങ്ങളുടെ ബേബിയുടെ പേര് കാത്രിൻ. ഞങ്ങൾ ബാംഗ്ലൂർ മൗണ്ട് കാർമൽ ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും IT പ്രൊഫഷണലാണ്. ഓസ്ട്രേലിയയിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ 2024 ഓഗസ്റ്റിലാണ് എത്തുന്നത്. അതിനൊരു 10 മാസം മുമ്പാണ് ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. ഒരു 6 മാസമായപ്പോഴും വിസ വരാണ്ടായി. അപ്പോൾ ഇനി അധികം താമസിക്കില്ല, പെട്ടെന്ന് തന്നെ വരുമെന്നുള്ള തോന്നൽ കൊണ്ട് ഞാൻ എൻ്റെ അന്നത്തെ ജോലി റിസൈൻ ചെയ്തു. പക്ഷേ വിസ വരാൻ പിന്നെയും താമസിച്ചു. ഒരു 4 മാസം ഞാൻ ജോലി ഇല്ലാണ്ട് നിന്ന് പിന്നെയാണ് എൻ്റെ ഓസ്ട്രേലിയയിലേക്കുള്ള വിസ വന്നത്. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയിലെത്തി. ഞാൻ അവിടെ എൻ്റെ ജോലി അന്വേഷണം തുടങ്ങി. കുറേ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. പറ്റുന്ന പോലെയുള്ള ഇമെയിൽസിനും എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ഒന്നും മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഉള്ളപ്പോഴാണ് സെപ്റ്റംബർ 2024 ഇവിടെ എൻ്റെ ദൈവം എനിക്ക് തരുമോ എന്നുള്ള പ്രാർത്ഥന ആരംഭിച്ചത്. ഞാൻ എല്ലാ ദിവസവും അവിടുന്ന് ഓസ്ട്രേലിയ വെച്ച് ഞാൻ ഓൺലൈനിൽ പ്രാർത്ഥനയിൽ കൂടുമായിരുന്നു. ഞാൻ പിന്നെ ശക്തമായിട്ട് വിശ്വസിച്ചു എൻ്റെ ദൈവം എനിക്കൊരു ജോലി തരുമെന്ന്. ആ പ്രാർത്ഥന കഴിഞ്ഞതിൻ്റെ അടുത്ത ശനിയാഴ്ച തന്നെ എൻ്റെ ഒരു പരിചയക്കാരൻ എന്നെ ഫോണിൽ വിളിച്ച് ഒരു ഷോപ്പിംഗ് മോളിലേക്ക് വരാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ ഞാൻ പുള്ളിനെ കാണാൻ വേണ്ടി ഷോപ്പിംഗ് മോളിൽ പോവുകയും പുള്ളിയുടെ ഒരു പരിചയക്കാരൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ പുള്ളിയുടെ ആ പരിചയക്കാരൻ എന്നോട് പറഞ്ഞു, പുള്ളി ഒരു IT കമ്പനി നടത്തുന്ന ആളാണ്, പുള്ളിക്ക് ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട്, എനിക്ക് ജോലി കയറാൻ താല്പര്യമുള്ളത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഒരു ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ഒരു ഡിലേ ഇല്ലാണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലി മേഖലയിൽ എനിക്ക് ആ ഷോപ്പിംഗ് മോളിൽ അന്ന് എനിക്കൊരു ജോലി ഓഫർ കിട്ടി. ആ ജോലിയിലേക്കാണ് വരുന്ന ആഴ്ച ഞാൻ ജോലി പ്രവേശിക്കുകയും ചെയ്തു. ഞാൻ ഇന്ന് ആ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. രണ്ടാമത്തേത്, അതേസമയം ഞങ്ങൾ ഒരു ബേബീനെ തരണമെന്ന് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഈ ജോലി കയറുകയും ഒരു 2 ആഴ്ച ആയപ്പോഴത്തേക്കും ഞങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ ഈശോ നമുക്ക് ഈ കുഞ്ഞിനെ നന്നായി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഈശോനും മാതാവിനും ഇവിടെയുള്ള ടീമംഗങ്ങൾക്കും അച്ഛനും പ്രത്യേകം നന്ദി.